വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠന ഭാഗത്തിലെ 1-ാം ചോദ്യം: ആര് ഗിലെയാദ്കാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രൈമിനോട് യുദ്ധം ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 2: ആരുടെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 3: ധനികനായ അധികാരി വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലൂക്ക 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 4: 5-ാം ദിവസം അതിരാവിലെ പോകുവാൻ അവൻ തയ്യാറായി. അപ്പോഴും യുവതിയുടെ പിതാവ് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നത് വരെ താമസിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5: പട്ടണത്തിൽ നടന്ന ഡാഷ് കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കലാപത്തിനും. ക്വസ്റ്റ്യൻ നമ്പർ 6: യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ എവിടെ അവൻ്റെ അടുത്ത് വന്നിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 7: സത്യം കൊണ്ട് എന്ത് മുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അര. ക്വസ്റ്റ്യൻ നമ്പർ 8: ആരുടെ ഇടയിൽ നിന്നാണ് ദൈവം മോശയെ തിരഞ്ഞെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാ ജനതകളുടെയും. ക്വസ്റ്റ്യൻ നമ്പർ 9: എപ്പോഴാണ് യേശു പട്ടണത്തിന് പുറത്തു പോയി ഒലിവ് മലയിൽ വിശ്രമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രാത്രിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 10: അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്നതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് ഡാഷ് വരുത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കാലവിളംബം. ക്വസ്റ്റ്യൻ നമ്പർ 11: യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് ഏത് മരത്തിലാണ് കയറിയിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സിക്കമോർ. ക്വസ്റ്റ്യൻ നമ്പർ 12: പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവർ ആരെ ഭയപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 13: പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹിതരുടെ.
ക്വസ്റ്റ്യൻ നമ്പർ 14. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അടക്കപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു. കാരണം അവൻ വലിയ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ധനികനായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 16. വലതു കൈയിലെ മുദ്രമോതിരം പോലെ ആയിരുന്നു അവൻ. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സെറുബാബേൽ. ക്വസ്റ്റ്യൻ നമ്പർ 17. സ്ത്രീയുടെ ഡാഷ് ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നന്മയേക്കാൾ. ക്വസ്റ്റ്യൻ നമ്പർ 18. തലപ്പാവിലെ കിരീടത്തിൽ ഒരു മുദ്രയിൽ എന്ന പോലെ എന്താണ് കൊത്തിയിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശുദ്ധി. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം ഡാഷ് ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബേത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മലനാട്ടിലെ. ക്വസ്റ്റ്യൻ നമ്പർ 20. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം എന്ത് നടത്തി? ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ന്യായപാലനം. ക്വസ്റ്റ്യൻ നമ്പർ 21. എഫ്രായിം ഡാഷ് മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മലനാട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 22. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മൃതർ. ക്വസ്റ്റ്യൻ നമ്പർ 23. അപരാധങ്ങളും ഡാഷ് മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പാപങ്ങളും. ക്വസ്റ്റ്യൻ നമ്പർ 24. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ എന്ത് കഴിച്ചു? സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബലി. ക്വസ്റ്റ്യൻ നമ്പർ 25. മിക്ക ലേവ്യനെ ആരായി അവരോധിച്ചു? അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുരോഹിതനായി. ക്വസ്റ്റ്യൻ നമ്പർ 26. സാംസൺ എവിടേക്ക് പോയി? അവിടെ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടി. അവളോടുകൂടി ശയിച്ചു. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗാസയിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 27. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ ആരിൽ നിന്നാണ് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇസ്രായേൽ ജനത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 28.
അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ട്? അതിന് എഫ്രായിംകാർ ജഫ്തായോട് എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ക്വസ്റ്റ്യൻ നമ്പർ 29. അവിടുത്തെ എന്തിന് സമൃദ്ധിക്കൊത്താണ് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൃപ. ക്വസ്റ്റ്യൻ നമ്പർ 30. ഭൂതവും ഡാഷ് അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭാവിയും. ക്വസ്റ്റ്യൻ നമ്പർ 31. ഒരിക്കൽ വിദൂരസ്ഥരായ നിങ്ങൾ ഇപ്പോൾ ആരിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശുക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 32. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ ഡാഷ്. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പ്രസവിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 33. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. ഡാഷ് ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 16 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മേൽത്തട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 34. ശേഷിച്ചിരുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഡാഷ് ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭാര്യമാരെ. ക്വസ്റ്റ്യൻ നമ്പർ 35. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്നും വന്ന 20,000 ഇസ്രായേൽക്കാരെ അന്ന് എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അരിഞ്ഞു വീഴ്ത്തി. ക്വസ്റ്റ്യൻ നമ്പർ 36. മിക്ക ലേവ്യനെ പുരോഹിതനായി അവരോധിച്ചു. അങ്ങനെ ആര് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യുവാവ്. ക്വസ്റ്റ്യൻ നമ്പർ 37. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അവിഷ്ടം അനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ എന്താണ് നമുക്ക് മനസ്സിലാക്കി തന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രഹസ്യം. ക്വസ്റ്റ്യൻ നമ്പർ 38. എല്ലാ ദിവസവും യേശു എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 39. ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ആരുടെ പേര് ആ സ്ഥലത്തിന് അവർ നൽകി? ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാനിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 40. മോശയുടെ പുത്രനായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും എപ്പോൾ വരെ ദാൻ ഗോത്രത്തിന് പുരോഹിതന്മാരായിരുന്നു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രവാസകാലം. ക്വസ്റ്റ്യൻ നമ്പർ 41.
എപ്പോഴാണ് നഗരത്തിലെ ആഫ്യാസമാർ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 42. ഗിബെയായോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാമെന്നാണ് ജനം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 43. ജഫ്തായുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മിസ്പ. ക്വസ്റ്റ്യൻ നമ്പർ 44. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ ഡാഷ് എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പാപിയായ. ക്വസ്റ്റ്യൻ നമ്പർ 45. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും, അവൻ നിമിത്തമാണ് അവർ എന്തനുഭവിക്കുന്നത്? പ്രഭാഷകൻ 41 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിന്ദ. ക്വസ്റ്റ്യൻ നമ്പർ 46. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെയോ മാനിക്കുകയോ ചെയ്യാത്ത ആര് ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഒരു ന്യായാധിപൻ. ക്വസ്റ്റ്യൻ നമ്പർ 47. ദാൻ ഗോത്രക്കാർ സോറായിൽ നിന്നും എസ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ എത്ര പേര് ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 5 പേര്. ക്വസ്റ്റ്യൻ നമ്പർ 48. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു എപ്പോൾ മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാത്രി. ക്വസ്റ്റ്യൻ നമ്പർ 49. ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല, ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയർക്കും അമോര്യർക്കും ഇടയ്ക്ക് ന്യായവിധി നടത്തട്ടെ. ഈ സന്ദേശം ആരുടേതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 50. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് എന്ത് ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വ്യാപാരം. ക്വസ്റ്റ്യൻ നമ്പർ 51. ആര് പോയി 300 കുറുനരികളെ പിടിച്ചു, കുറെ പന്തങ്ങളും ഉണ്ടാക്കി? ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 52. ഒരു വലിയ ജനക്കൂട്ടവും ഡാഷ് മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കരയുകയും. ക്വസ്റ്റ്യൻ നമ്പർ 53. ആരുടെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയുമെന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അത്യുന്നതന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 54. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും, അവരുടെ ആര് നിത്യനിന്ദയ്ക്ക് പാത്രമാകും? പ്രഭാഷകൻ 41 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിൻതലമുറ. ക്വസ്റ്റ്യൻ നമ്പർ 55.
പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ എന്തിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 56. ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി അയച്ചത് ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തിക്കിക്കോസ്. ക്വസ്റ്റ്യൻ നമ്പർ 57. എഫ്രായിം മലനാട്ടിൽ മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ ഡാഷ് പറഞ്ഞു. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അമ്മയോട്. ക്വസ്റ്റ്യൻ നമ്പർ 58. ഓരോരുത്തരും താന്താങ്ങളുടെ ഗോത്രങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും പിന്നെ എവിടേക്കുമാണ് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവകാശ ഭൂമിയിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 59. ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 7 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 60. ഫിലിസ്തീനയുടെ കാലത്ത് എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 20. ക്വസ്റ്റ്യൻ നമ്പർ 61. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പൂർവ്വപിതാക്കന്മാരെ കുറിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 62. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി ആരിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശുക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 63. ഫിനെഹാസിന്റെ പിതാവ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, എലയാസർ. ക്വസ്റ്റ്യൻ നമ്പർ 64. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കണമെന്ന് ബെഞ്ചമിൻ ഡാഷ് കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗോത്രക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 65. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ എന്തിൻ്റെ കടവുകൾ പിടിച്ചെടുത്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജോർദാന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 66. ദേവാലയത്തിലെ എന്താണ് നടുവേ കീറിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തിരശീല. ക്വസ്റ്റ്യൻ നമ്പർ 67. കുറെ നാൾ കഴിഞ്ഞു സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് എന്തുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു? ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഒരാട്ടിൻകുട്ടിയുമായി. ക്വസ്റ്റ്യൻ നമ്പർ 68. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് ഡാഷ് നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നീതി. ക്വസ്റ്റ്യൻ നമ്പർ 69. ഡാഷ് ലോഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 70. അത്യുന്നതൻ ഇച്ഛിക്കുമ്പോൾ എന്താണ് വീശുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തെക്കൻ കാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 71.
സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുക? പ്രഭാഷകൻ 41 അധ്യായം 18 വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അനീതി. ക്വസ്റ്റ്യൻ നമ്പർ 72. ഈ മനുഷ്യൻ തീർച്ചയായും ആരായിരുന്നെന്നാണ് ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നീതിമാൻ. ക്വസ്റ്റ്യൻ നമ്പർ 73. മനോവയുടെ ഡാഷ് ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടി ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രാർത്ഥന. ക്വസ്റ്റ്യൻ നമ്പർ 74. ഇസ്രായേൽ ആര് വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു? അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജനം. ക്വസ്റ്റ്യൻ നമ്പർ 75. ജനത്തിൻ്റെ എന്ത് മായ്ച്ചു കളയാനാണ് മണ്ണിൽ നിന്ന് സാമുവൽ സ്വരമുയർത്തി പ്രവചിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 76. അവർ യേശുവിനെ പിടിച്ച് പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആരാണ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പത്രോസ്. ക്വസ്റ്റ്യൻ നമ്പർ 77. അപ്പോൾ ഡാഷ് തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 78. ആര് പറഞ്ഞു സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പുരോഹിതൻ. ക്വസ്റ്റ്യൻ നമ്പർ 79. നൂനിന്റെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജോഷുവ. ക്വസ്റ്റ്യൻ നമ്പർ 80. ജനം പിറ്റേ ദിവസം എപ്പോൾ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുലർച്ചയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 81. ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്കോ ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രതിഷ്ഠിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 82. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും എന്തുമനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലക്ഷ്യവും. ക്വസ്റ്റ്യൻ നമ്പർ 83. അവർ ജബൂസിൻ്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ യജമാനനോട് പറഞ്ഞു, നമുക്ക് ജബൂസ്യരുടെ ഈ ഡാഷ് രാത്രി ചെലവഴിക്കാം. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പട്ടണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 84. ആരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്നേഹിതന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 85. കർത്താവിൻ്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പ്രഭാഷകൻ 50 അധ്യായം 29 വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 86. പാപികളുടെ ആരുടെ അവകാശം നശിച്ചു പോകും? പ്രഭാഷകൻ 41 പറയുന്നത്.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സന്താനങ്ങളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 87. ആരുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പാപികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 88. മിക്ക ലേവ്യനെ പുരോഹിതനായി അവരോധിച്ചു. അങ്ങനെ ആ യുവാവ് ആരുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി മിക്കായുടെ. ക്വസ്റ്റ്യൻ നമ്പർ 89. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ ഡാഷ് അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി മനോവ. ക്വസ്റ്റ്യൻ നമ്പർ 90. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. ആര് നിത്യനിന്ദയ്ക്ക് പാത്രമാകും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പിൻതലമുറ. ക്വസ്റ്റ്യൻ നമ്പർ 91. ആര് ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ സഭ. ക്വസ്റ്റ്യൻ നമ്പർ 92. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ ഡാഷ് പുതിയ ഉടമ്പടിയാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രക്തത്തിലുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 93. മോശയുടെ പുത്രനായ ആരുടെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗർഷോമിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 94. ശേഷിച്ചിരുന്ന ബെഞ്ചമിൻ ഡാഷ് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വംശജർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 95. അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 96. നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു. ഇത് പറഞ്ഞതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സാംസന്റെ ഭാര്യ പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 97. ആരുടെ ആലയം ഷീലോയിലായിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 98. മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോനാഥാനും ആരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പുത്രന്മാരും. ക്വസ്റ്റ്യൻ നമ്പർ 99. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. എന്തറ്റു വീണു? ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കെട്ടുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 100. അവിടെ ഡാഷ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സക്കേവോസ്. നന്ദി. വചനവയൽ ഒരുക്കുന്ന
2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.